ഇനി നെക്സ്റ്റ് പോയിന്റ്, അടുത്ത ഹെഡിങ് ആയിരിക്കും കാൽക്കുലേഷൻ ഇൻവോൾവിംഗ് ടൈട്രേഷൻ. നമ്മുടെ പുതിയ സിലബസിനകത്ത് ആഡ് ചെയ്ത ടോപ്പിക്കാണത്, കാൽക്കുലേഷൻ ഇൻവോൾവിംഗ് ടൈട്രേഷൻ. മക്കളെ, നിങ്ങൾ സ്കൂളിൽ പ്രാക്ടിക്കൽ ചെയ്തപ്പോഴേ കാൽക്കുലേഷൻ യൂസ് ചെയ്തൊരു ഫോർമുല ഓർമ്മ ഉണ്ടോ? കാൽക്കുലേഷൻ ഇൻവോൾവിംഗ് ടൈട്രേഷൻ റെക്കോർഡിലൊക്കെ ഫോർമുല എഴുതി കാണും. N1 എത്ര പറഞ്ഞ ബാക്കി പറയണം. N1 V1 = N2 V2. ഏത് ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. N1 V1 = N2 V2. What is N1? Come on. Normality. V1 വോള്യൂം. ഒരു സബ്സ്റ്റൻസിന്റെ നോർമാലിറ്റിയും വോള്യൂം, അടുത്ത സബ്സ്റ്റൻസിന്റെ നോർമാലിറ്റിയും വോള്യൂം, അത് കണക്ട് ചെയ്യണം. N1 V1 = N2 V2. ഞാൻ ഫാത്തിമ മൊയ്തു ഫ്രം കണ്ണൂർ. ഞാനിപ്പോൾ ഫെറൂഖ് ഗേൾസ് ബാച്ചിലാണുള്ളത്. ഡോപ്പയെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, അത് ഡോപ്പയെ പഠിച്ചല്ല, പക്ഷെ ഇപ്പം MBBS സീറ്റ് കയറിയിട്ടുണ്ട്. സീനിയർ എന്നോട് പറഞ്ഞു, അവർ ഡോപ്പയിലായിരുന്നു പഠിച്ചതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഡോപ്പയെ കുറിച്ച് അന്വേഷിച്ചു. നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഡോപ്പ ബെസ്റ്റ് ഓപ്ഷനാന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇവിടെ ചൂസ് ചെയ്തു. പിന്നെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഡോക്ടേഴ്സാണ് മെൻറ്റേഴ്സ്, അതുപോലെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 1 month ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ ഹോസ്റ്റലുമായിട്ടും റൂംമേറ്റ്സ് ആയിട്ടും എല്ലാം ആയിട്ട് കംഫർട്ട് ആയിട്ടുണ്ട്. ഡോപ്പ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടത്തേക്ക് വരുമ്പം ഞാൻ അത്ര പെട്ടെന്ന് ഐസൊലേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. എങ്ങനെയാണ് കോച്ചിങ് എന്നൊക്കെ ഞാൻ ഓൾറെഡി എല്ലാം അറിഞ്ഞിട്ടാണ് എന്നെ വരുന്നത്. ആഷിഖ് സാറ് മോർണിംഗ് മീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുക ക്ലാസ്. അപ്പോൾ നമ്മളിപ്പം ഡൗൺ ആയിട്ടാണെങ്കിൽ ചെറിയ ക്ലാസ് കേട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് പറ്റുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നിട്ട് വരും. കോർഡിനേറ്റേഴ്സ് ആയാലും നമുക്ക് സപ്പോർട്ടീവായിട്ട് സമയത്തിന് സ്റ്റഡി ഹാളിൽ കയറണം പറയുന്നുണ്ട്. അതുപോലെ വാർഡൻസ് ആയാലും എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു സപ്പോർട്ടീവ് മൈൻഡായിട്ട് കൂടെ തന്നെ ഉണ്ട്. ഇവിടെ സ്റ്റഡി ഹാളും ഹോസ്റ്റലും സെയിം ബിൽഡിംഗ് ആണ്. നമുക്ക് ഈ 24 hours വേണേലും നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഇതാണ് കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. നമുക്ക് എന്താണോ അന്നത്തെ ദിവസം ചെയ്യേണ്ടത് കറക്റ്റ് ടൈം അനുസരിച്ച് നമുക്കൊരു ഷെഡ്യൂൾ തലേ ദിവസം തന്നെ തന്നിട്ടുണ്ടാവും. പിന്നെ ലൈവ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് നമുക്കുണ്ടാവും. അതിൽ ക്ലാസ്സസ് കണ്ട് പിറ്റേ ദിവസം അവിടുത്തെ ലൈവായിട്ട് ഫാക്കൽറ്റി വന്ന് നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. +2 ചാപ്റ്റേഴ്സാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത്. വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്.